ഓരോ മനുഷ്യരും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഒത്തിരി നല്ല ഓർമ്മകൾ നമുക്ക് നൽകിയിട്ടാണ് കടന്നു പോവുക. എന്നാൽ വിശുദ്ധ ഫ്രാൻസിസ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയപ്പോഴും വെറും നല്ല ഓർമ്മകൾ മാത്രമല്ല, നമുക്ക് ജീവിക്കാനാകുന്ന ഒരു വലിയ മാതൃക കൂടി നൽകിയിട്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയത്. 800 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച് മരിച്ചുപോയ ഫ്രാൻസിസ് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഈ വർഷം ഫ്രാൻസിസ്കൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. കാരണം വേറൊന്നുമല്ല, അസീസിൽ വിശുദ്ധ ഫ്രാൻസിസിന് പഞ്ചക്ഷതം ലഭിച്ചിട്ട് 800 വർഷം അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന വർഷമാണിത്. അത് കാരണം കൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ച് ഒത്തിരി അനുസ്മരണ സമ്മേളനങ്ങളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തപ്പെടുകയുണ്ടായി. വിശുദ്ധ ഫ്രാൻസിസിന് പഞ്ചക്ഷതം ലഭിച്ചതിൻ്റെ 800-ാം വാർഷികം ആഘോഷിക്കുന്നതിനായിട്ട് ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1000-ഓളം യുവജനങ്ങൾ ഒരുമിച്ച് കൂടുകയുണ്ടായി. അവർ അവിടെ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ പങ്കുവെച്ചത് അസീസിൽ വിശുദ്ധ ഫ്രാൻസിസ് പകർന്നു നൽകിയ ആ വലിയ മാതൃകകൾ തന്നെയായിരുന്നു. അവർ അവിടെ സംസാരിച്ചത് ഈ ലോകത്തെ ഗ്രഹിച്ചിരിക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പരിസ്ഥിതി നേരിടുന്ന, പ്രകൃതി നേരിടുന്ന വലിയ ചൂഷണങ്ങളെക്കുറിച്ചും കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ആ യുവജനങ്ങൾ അവിടെ സംസാരിച്ചത്. അവരുടെ ഒരു തീം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു: ലോകത്തെ അസീസിൽ വിശുദ്ധ ഫ്രാൻസിസിന്റെ കണ്ണുകളിലൂടെ നോക്കി കാണുക. ഒന്ന് ആലോചിച്ച് നോക്കി, 800 വർഷം മുൻപ് ജീവിച്ച് മരിച്ച് കടന്നുപോയ ആ മനുഷ്യന്റെ സ്വാധീനം ഈ കാലഘട്ടത്തിലും ഇന്റർനെറ്റ് യുഗത്തിൽ ജീവിക്കുന്ന ഈ യുവാക്കളുടെ ഇടയിൽ എത്രമാത്രം അവർ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. നാം അസീസിൽ വിശുദ്ധ ഫ്രാൻസിസിനെ വിളിക്കുന്നത് സമാധാന ദൂതൻ എന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം സമാധാന ദൂതൻ എന്ന് വിളിക്കുന്നത്? ഇറ്റലിയിലെ പട്ടണങ്ങളായിട്ടുള്ള അസീസിയും പെറൂച്ചിയും തമ്മിലൊക്കെ യുദ്ധമുണ്ടായപ്പോൾ പലപ്പോഴും വിശുദ്ധ ഫ്രാൻസിസ് ഇടപെട്ടിട്ടാണ് ആ യുദ്ധങ്ങൾ ഒത്തുതീർപ്പാക്കിയത്, അല്ലെങ്കിൽ അവിടെ സമാധാനം പുനഃസ്ഥാപിച്ചത്. അത് കാരണം കൊണ്ട് തന്നെ അസീസിൽ വിശുദ്ധ ഫ്രാൻസിസിനെ നമുക്ക് സമാധാന സ്ഥാപകൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കാലഘട്ടത്തിലും ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന യുദ്ധങ്ങൾ ഒത്തിരിയുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ ഇപ്പോഴും വലിയ യുദ്ധഭീതിയിലാണ്. ഇസ്രായേലും പലസ്തീനും അതുപോലെ തന്നെ ഇസ്രായേലും ലെബനനും തമ്മിലൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഫ്രാൻസിസ് മുൻപോട്ട് വയ്ക്കുന്ന സമാധാനം എന്ന മൂല്യം, അല്ലെങ്കിൽ ആ വലിയൊരു ആശയം എത്രമാത്രം ഈ ലോകത്തിന് ആവശ്യമുണ്ടെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഫ്രാൻസിസ് ജീവിച്ച് മരിച്ച് പോയിട്ട് വർഷങ്ങളായെങ്കിലും ഫ്രാൻസിസ് നൽകിയ ആ വലിയൊരു മൂല്യം ഇന്നും ഈ കാലഘട്ടത്തിന് വലിയ പ്രസക്തിയുള്ളതാണ്. അസീസിൽ വിശുദ്ധ ഫ്രാൻസിസിനെയാണ് സഭ പരിസ്ഥിതിയുടെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഫ്രാൻസിസിൻ്റെ പ്രകൃതിയോടുള്ള സ്നേഹം നാം പ്രത്യേകം പറയേണ്ടതില്ല. കാരണം നമുക്കറിയാം ഫ്രാൻസിസ് എത്രമാത്രമാണ് പ്രകൃതിയെ സ്നേഹിച്ചിരുന്നത്, മൃഗങ്ങളെ സ്നേഹിച്ചിരുന്നത്. ഫ്രാൻസിസും ഗൂബിയോയിലെ ചെന്നായുമായിട്ടുള്ള ആ സംഭവമൊക്കെ നമുക്കറിയാം. ഒരുപക്ഷെ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് മനുഷ്യൻ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും ഇക്കോളജിയെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. ഈ കാലഘട്ടത്തിലാണ് നാം അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പറയുന്നത്. ഒരുപക്ഷെ സഭ പോലും പ്രകൃതിക്കെതിരെയുള്ള പ്രകൃതി ചൂഷണമൊക്കെ പാപമാണെന്ന് പഠിപ്പിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഫ്രാൻസിസും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അത്രമാത്രം ദൃഢമായിരുന്നു. ഫ്രാൻസിസ് പ്രകൃതി അത്രമാത്രം സ്നേഹിച്ചിരുന്നു. പക്ഷിമൃഗാദികളെയും മറ്റു പ്രകൃതിയിലെ വസ്തുക്കളെയും ഒക്കെ ഫ്രാൻസിസ് സഹോദരന്മാരായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ഫ്രാൻസിസ് ആ 800 വർഷം മുൻപ് മരിച്ചെങ്കിലും അദ്ദേഹം പകർന്നു നൽകിയ മൂല്യങ്ങളും ആശയങ്ങളും ഈ കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഫ്രാൻസിസ് നമുക്ക് വെറുമൊരു ഓർമ്മ നൽകിയിട്ടല്ല പോയത്, മറിച്ച് നമ്മൾ ജീവിക്കേണ്ട, അനുകരിക്കേണ്ട വലിയ മാതൃക നൽകിയിട്ടാണ് പോയത്. ഫ്രാൻസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും ഇതുപോലെ മണിക്കൂറുകൾ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഫ്രാൻസിസിൻ്റെ തന്നെ വാക്കുകളുണ്ടല്ലോ, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കേണ്ടത് വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് ജീവിതം കൊണ്ടാണ്. അതിനാൽ പ്രിയമുള്ളവരെ, ഫ്രാൻസിസ് നമുക്ക് കാണിച്ചു തന്ന വലിയ മാതൃകകൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും വിശുദ്ധ ഫ്രാൻസിസിനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഫ്രാൻസിസിൻ്റെ മരണത്തിരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ ഫ്രാൻസിസിൻ്റെ ജീവിതശൈലി നമുക്ക് പിന്തുടരാൻ സാധിക്കുന്നുണ്ടോ? ഫ്രാൻസിസ് കാണിച്ചു തന്ന മാതൃകകൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വാംശീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ വരുമ്പോൾ നമ്മൾ സോക്കോൾഡ് പറയുന്ന ഫ്രാൻസിസ്കൻസ് അല്ല, മറിച്ച് ജീവിതം കൊണ്ട് നമ്മൾ ഫ്രാൻസിസ്കൻസായിട്ട് തീരുകയാണ്. ഒരിക്കൽ കൂടി ഫ്രാൻസിസിൻ്റെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.